ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 39-ാമത്തെ വചനം. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. ഈ വേദഭാഗത്ത് യേശു കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന വിശദീകരണമാണ് നൽകുന്നത്. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. സന്ധ്യ എന്നുള്ള വാക്ക് ജീവിതത്തിൽ സന്തോഷകരമായ ഒരവസ്ഥയെക്കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്, ഒരു നിരാശയുടെ അവസ്ഥ. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇനിയും ജീവിച്ചിരിക്കേണ്ട എന്നുള്ള നിലയിൽ രോഗത്താലോ വിഷയങ്ങളാലോ മനം കലങ്ങി ഭാരപ്പെട്ടിരിക്കുമ്പോൾ അത് വേണമെങ്കിൽ പറയാം സന്ധ്യയായി. നമ്മുടെ പ്രിയപ്പെട്ടവർ വേർപാട് സമയത്ത് ചിലർ പറയാറുണ്ട് സന്ധ്യയായപ്പോൾ. ആ സമയത്ത് അങ്ങനെ അതിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ നാം ഇവിടെ ആക്ച്വലി രാത്രിയായി, സന്ധ്യയായി. അപ്പോൾ യേശു കർത്താവ് പറയാം നാം അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും യാത്രക്കാരാണ്, അക്കരയ്ക്കോട്ട് യാത്ര ചെയ്യുന്നവരാണ്, സിയോൻ യാത്രക്കാരാണ്, സ്വർഗീയ നാടിനെ നോക്കി യാത്ര ചെയ്യുന്നവരാണ്. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവന് കൂടെ കൊണ്ടുപോയി. എന്നിട്ട് പറയാം, മറ്റ് ചെറു പടകുകളും ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. യേശു കർത്താവ് ആ സമയത്ത് ഈ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ യേശു കർത്താവ് ഉറങ്ങും. അതുകൊണ്ടാണ് ഈ കാരാഗ്രഹത്തിൻ്റെ നടുവിൽ അപ്പോസ്തലന്മാർ ഉറങ്ങിയെന്ന് പറയുന്നത്. അവർ അടിയേറ്റെങ്കിലും കാരാഗ്രഹത്തിൻ്റെ നടുവിൽ, പ്രതികൂലത്തിൻ്റെ നടുവിലും കിടക്കുമ്പോൾ അവർ സുഖമായിട്ട് ഉറങ്ങുകയാണ്. അവർക്ക് പ്രത്യാശയുണ്ട്. ഈ പാട്ടിൽ പാടിയ ഒരു മഴയും തോരാതെ ഇരുന്നിട്ടില്ല, ഒരു കാറ്റും
അടങ്ങാതെ ഇരുന്നിട്ടില്ല. ഒരു രാവും രാത്രിയും പിന്നെ പുലരാതെ ഇരുന്നിട്ടില്ല. ഒരു നോവും ഒരു വേദനയും ഒരിക്കലും കുറയാതിരുന്നിട്ടില്ല. കാര്യം എന്താ? തിരമാല വരുമ്പം ഈ ചെറിയ തോണിയിൽ, നമ്മുടെ ജീവിതമാകുന്ന ചെറിയ തോണിയിൽ അമരത്ത് യേശു ഉള്ളതിനാൽ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതയാത്രയിൽ ഇപ്പം മുങ്ങിപ്പോകും എന്നുള്ള വിധേയത്തിൽ രോഗത്താലോ വിഷയത്താലോ നിങ്ങൾ ഭാരപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ, അമരത്ത് യേശു ഉണ്ടെങ്കിൽ ആ പടക് മുങ്ങുകയില്ല. ആ ചെറുതോണി, ജീവിതമാകുന്ന ചെറുതോണിയെ പടകിൽ കാറ്റ് അടിച്ച് മുങ്ങാൻ ഇടയാവത്തില്ല. ഇവിടെ പറയാണ് അടങ്ങാതിരിക്കുക, എന്താ കാര്യം? യേശു എഴുന്നേറ്റു. അവർ പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് അവർ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. മർക്കോസ് എഴുതിയ സുവിശേഷത്തിന് ഒരു ഭാഗത്തൂടെ യേശു കർത്താവ് കടലിന് മീതെ നടന്നു വന്നിട്ട് ശിഷ്യന്മാർക്ക് ധൈര്യപ്പെടുത്തുന്നൊരു ഭാഗമുണ്ട്. അത് 6-ാം അധ്യായത്തിലാണ്, 45 മുതലുള്ള വാക്യങ്ങൾ. താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നിടയിൽ തൻ്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരയ്ക്ക് ബെത്സയിദയ്ക്ക് നേരെ മുന്നോട്ട് പോകാൻ നിർബന്ധിച്ചു. അവരെ പറഞ്ഞയച്ച് വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. വൈകുന്നേരമായപ്പോൾ പടക് കടലിൻ്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിരാശയുടെ അവസ്ഥയെന്ന് പറയാം. ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. രോഗത്തിൻ്റെ വിഷയമായിക്കോട്ടെ, സാമ്പത്തിക വിഷയമായിക്കോട്ടെ, കുടുംബ തകർച്ച ആയിക്കോട്ടെ, ഇനിയും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ചിരിക്കുന്ന ഒരവസ്ഥ. വൈകുന്നേരമായപ്പോൾ എന്ന് നമുക്ക് വേണമെങ്കിൽ ആയപ്പോൾ പടകിൻ്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു. പക്ഷെ കാറ്റ് പ്രതികൂലമായിരുന്നുകൊണ്ട് തണ്ട് വലിച്ച് വലയുന്നത് അവർ കണ്ടു. ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകാൻ യേശു ഭാവിക്കുകയാണ്. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ട് ഭൂതമെന്നവർ നിരൂപിച്ചു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, ഭയപ്പെടേണ്ട. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി. ഉടനെ കാറ്റമർന്നു. അവർ ഉള്ളിൽ അത്യന്തം ആശ്ചര്യപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിന്ന് വലിയൊരു ഭാരത്തിലോ ഭയത്തിലോ മരണഭയത്തിലോ രോഗഭയത്തിലോ രോഗത്താൽ മരിക്കുമെന്ന ഭയത്തിലോ സാമ്പത്തികമായാലും പ്രതിസന്ധിയിലോ കുടുംബ തകർച്ചയിലോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്നെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യേശുവിൽ വിശ്വസിച്ചാൽ മതി. ഒരിക്കലും നമ്മളെ വഴി തള്ളിക്കളയുന്ന കർത്താവല്ല. ശിഷ്യന്മാരെ പടകിലേക്ക് കടലിലൂടെ നടന്നു ചെന്നവരെ ധൈര്യപ്പെടുത്തി കർത്താവ് കയറിയപ്പോൾ കാറ്റും കോളും ഇവിടെ ശാന്തമായി അവർ വിടുതൽ പ്രാപിച്ചു. അതുപോലെ തന്നെ കർത്താവ് ഉറങ്ങിക്കിടന്ന ബോട്ടിലും വലിയ വിഷയം വന്നപ്പോൾ കർത്താവ് എഴുന്നേറ്റ് അതിനെ ശാസിച്ചു. യേശു, പ്രിയപ്പെട്ടവരൊക്കെ മാറി നിൽക്കും കേട്ടോ, ബന്ധുമിത്താദികൾ മാറി നിൽക്കും. പക്ഷേ യേശു എഴുന്നേറ്റ് ആ തക്ക സമയത്ത് നിങ്ങളെ വിടുവിക്കത്തക്കോണം യേശുവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കും. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദിവസങ്ങളിൽ മുങ്ങിപ്പോകും ജീവിത പടക്, ചെറുതോണി മുങ്ങിപ്പോകും. വിഷയങ്ങളാൽ ഇന്ന് ഭാരപ്പെട്ട് രോഗത്താലോ വിഷയത്താലോ കുടുംബ തകർച്ചയാലോ സാമ്പത്തിക പ്രതിസന്ധിയാലോ തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ എന്നെ കേൾക്കുമ്പോൾ കർത്താവ്, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അമരത്ത് തല വെച്ച് ഉറങ്ങുന്നത് കൊണ്ട് കർത്താവ് എഴുന്നേറ്റ് ഇവരുടെ വിഷയത്തിനെ ശാസിച്ച് കടലിനോട് അടങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ കാറ്റും കടലും കർത്താവിനെ അനുസരിച്ചതുപോലെ എന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിലുള്ള വിഷയങ്ങളുടെ മേൽ കർത്താവ് എഴുന്നേറ്റ് അതിനെ ശാന്തമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. യേശുവിൻ പൂർണ്ണനാമത്തിൽ പിതാവേ, ആമേൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുലയാതിരുന്നിട്ടില്ല.
തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല.